വിവാദ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒളിയമ്പുമായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ആചാരങ്ങൾ പാലിക്കുന്നവർ മാത്രം ക്ഷേത്രങ്ങളിൽ പോയാൽ മതി. ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരമുണ്ട്. അത് മാറ്റണമോ എന്ന് തീരുമാനിക്കേണ്ടത് തന്ത്രിയെന്നും കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ഓരോ ക്ഷേത്രത്തിന് ആചാരങ്ങളുണ്ട്. അത് നിശ്ചയിക്കുന്ന ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാരാണ്. അപ്പോൾ ഭരണാധികാരികൾക്ക് അങ്ങനെ മാറ്റം ആവശ്യമുണ്ടെങ്കിൽ തന്ത്രികളുമായി ചർച്ച ചെയ്ത് തന്ത്രിയുടെ അനുമതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ടോ ഇതാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരം. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൽ ഗുരുവായൂരമ്പലത്തിൽ ചുരിദാറിട്ട് കയറാമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അവിടെ ഒരു തന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സദസ്സ് വിളിക്കുകയും അവിടെ ഒരു ദേവപ്രശ്നം നടത്തുകയും ചെയ്തു. ഇത് ഹിന്ദു ആചാരമാണ്. അപ്പോൾ അതാത് ക്ഷേത്രങ്ങളിലെ ആചാരം അനുസരിച്ച് അവർക്ക് ഷർട്ട് ഇട്ട് കയറണമെന്നോ മുണ്ടുടുത്ത്, ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുണ്ടുടുത്ത് മാത്രമേ കയറാൻ സമ്മതിക്കൂ. അപ്പോൾ അത് അവിടുത്തെ ആചാരമാണ്. അത് അവിടെയുള്ള ഭരണാധികാരികളും അത് ആ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളും അവിടുത്തെ തന്ത്രിയും അവിടുത്തെ പൂജാരിയും ഒക്കെയാണ് തീരുമാനിക്കുന്നത്. അതനുസരിച്ച് പോകാൻ പറ്റുന്നവർ പോയാൽ മതി. അതൊക്കെ ഓരോ മതത്തിന് അതിൻ്റെ ആചാരങ്ങളുണ്ട്, ഓരോ സമുദായത്തിന് അതിൻ്റെ ആചാരങ്ങളുണ്ട്. അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ച ആളാണ്. ഞാൻ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു ചർച്ചിൽ ഒരു പള്ളിയിൽ മോസ്കിലേക്ക് ചെല്ലുമ്പോൾ ആ മോസ്കിൽ നിലവിലുള്ള ആചാരങ്ങൾ മാനിക്കാനും അനുസരിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുള്ളൂ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ വിമർശിക്കാനോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഇത് പറ്റുന്നത്. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും, അത് ഹിന്ദു ക്ഷേത്രങ്ങളെന്ന് മാത്രമല്ല ക്രിസ്തു മത ദേവാലയങ്ങൾക്കും ഇസ്ലാം മത ദേവാലയങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളുണ്ട്. അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട. ഇപ്പോൾ ഞാനൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഷർട്ട് അഴിച്ചാലേ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് അഴിക്കാൻ ഞാൻ സന്നദ്ധനാണെങ്കിൽ അവിടെ പോയാൽ മതി. അവിടെ പോയി വഴക്കുണ്ടാക്കാൻ പോകണ്ടായിരിക്കും. അനഘ ഹർഷൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനഘ, ശിവഗിരി സമ്മേളനത്തിലെ മുഖ്യമന്ത്രിയുടെ വിവാദ പ്രസംഗത്തിന് പിന്നാലെ സമൂഹത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് അലയടിച്ചത്. ഒളിഞ്ഞും തെളിഞ്ഞും അതിനെതിരെ സംസാരിക്കുന്ന ഒരു സമൂഹത്തെ തന്നെയാണ് കണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കെ.ബി. ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവന നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങളോട്. അദ്ദേഹത്തിൻ്റെ നിലപാടാണ് എന്ന് വ്യക്തമാക്കുമ്പോഴും ആചാരങ്ങൾ എങ്ങനെ ആയിരിക്കണം പാലിക്കേണ്ടത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? കൃത്യമായി മുഖ്യമന്ത്രി ഈ ഷർട്ട് വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ വാദത്തിന് നേർ വിപരീതമായി, അല്ലെങ്കിൽ ഒരു തരത്തിൽ ആ വാദത്തെ തള്ളിക്കൊണ്ട് തന്നെയാണ് കെ.ബി. ഗണേഷ് കുമാർ ഇന്ന് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക മതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ആ വിഷയത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ആ വിഷയത്തിൽ കൃത്യമായ തീരുമാനം എടുക്കേണ്ടത് തന്ത്രിയാണ്. തന്ത്രിയുടെ കൂടെ ആലോചിച്ചതിന് ശേഷമായിരിക്കണം തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഭരണാധികാരികൾക്ക് ഏതെങ്കിലും തരത്തിൽ മാറ്റം ആവശ്യമാണെങ്കിൽ ആദ്യം തന്ത്രിയുമായാണ് ബന്ധപ്പെടേണ്ടത് എന്ന് പറയുന്നു. ഇവിടെയാണ് മുഖ്യമന്ത്രി ഒരു സുപ്രഭാതത്തിൽ ഒരു മതത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് പിണറായി വിജയന് ഇത്തരത്തിലൊരു അഭിപ്രായം പറയാം. പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന പൊസിഷൻ അതൊരു മുഖ്യമന്ത്രിയാണ്. അതൊരു പ്രത്യേക സമുദായത്തിലെ ഒരു മതവിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ അത് കാര്യമായി തന്നെ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ഒരു ശ്രദ്ധ ഉണ്ടായില്ല എന്നതാണ്. അതും ഈ ഇത്തരത്തിൽ കെ.ബി. ഗണേഷ് കുമാർ കാര്യമായി തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിച്ച സമയത്ത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. തന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെയാണ് എന്ന് വെച്ച് മറ്റൊരാൾ പറഞ്ഞ അഭിപ്രായത്തെ കുറിച്ച് താൻ അഭിപ്രായം പറയുന്നില്ല എന്നാണ് കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു സമുദായത്തിന്റെ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന്റെ മാത്രം കാര്യമല്ല, മറ്റ് മതവിഭാഗത്തിന്റെ ഒക്കെ തന്നെ കാര്യം വരുമ്പോഴും ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസമുണ്ട്. ആ വിശ്വാസം അനുസരിച്ച് ക്ഷേത്രത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ അത്തരത്തിൽ ഏത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്ന സ്ഥലത്താണെങ്കിലും അത് പാലിക്കുന്നവർ മാത്രം അവിടേക്ക് പോയാൽ മതി എന്നാണ് കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത്. അല്ലാത്തവർ അതിന് പോകാൻ മുതിരരുത് എന്ന് കൂടി പറയുന്നുണ്ട്. ഇത്തരത്തിൽ കൃത്യമായി ഷർട്ട് വിവാദത്തിൽ തന്റെ നിലപാട് കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞു. ഈ കെ.ബി. ഗണേഷ് കുമാറിന്റെ നിലപാട് തുറന്നു പറഞ്ഞതോടുകൂടി തന്നെ അത് അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയെ തന്നെയാണ്. തന്റെ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രിയാണ്. തനിക്കെതിരെ തന്നെ ഇത്തരത്തിൽ തന്റെ അല്ലെങ്കിൽ തങ്ങളുടെ ഒരു തീരുമാനത്തിനെതിരെ ഈ രീതിയിൽ തന്നെ തുറന്ന് അടിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ ഷർട്ട് വിവാദത്തിൽ ഒരു പ്രത്യേക മതവിഭാഗവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ കാര്യമായി തന്നെ മുഖ്യമന്ത്രി വലിയ ചർച്ചയ്ക്കും മറ്റുമൊക്കെ വഴിയിട്ട ഒരു സംഭവമായിരുന്നു ഈ ഷർട്ട് വിവാദം. അതിലാണ് മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീർത്തും ഇത്തരത്തിലൊരു നിലപാട് പറഞ്ഞിരിക്കുന്നത്. ഷർട്ട് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകാം എന്നൊരു നിലപാടിലേക്കാണ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം ചട്ടക്കൂടിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. അത് തീരുമാനിക്കേണ്ടത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയം
പ്രശ്നമാകുമ്പോൾ അത് ഭക്തരാണ്, അത് തന്ത്രിയാണ്, അവരാണ് അത് തീരുമാനിക്കേണ്ടത്. അതിൽ മറ്റുള്ളവർ അഭിപ്രായം പറയരുത് എന്ന് തന്നെയാണ് കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി പറയാൻ ഇത്തരത്തിൽ എടുത്തുചാടി പറയരുത് എന്ന് തന്നെയാണ് കെ.ബി. ഗണേഷ് കുമാർ പറയാതെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഈ ഷർട്ട് വിവാദത്തിൽ കൃത്യമായൊരു നിലപാട് തന്നെയാണ് ഗണേഷ് കുമാർ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ശരി അനഘ, വിവാദ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒളിയമ്പുമായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ആചാരങ്ങൾ പാലിക്കുന്നവർ മാത്രം ക്ഷേത്രങ്ങളിൽ പോയാൽ മതി, ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരമുണ്ട്, അത് മാറ്റണമോ എന്ന് തീരുമാനിക്കേണ്ടത് തന്ത്രിയെന്നും കെ.ബി. ഗണേഷ് കുമാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.